ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ജലജ മാക്സിമം ഇളക്കാൻ നോക്കുന്നുണ്ട് ദേവയാനിയെ. എന്നിട്ട് പറയുന്നുണ്ട്, മകളെ വെച്ച് കാശ് ഉണ്ടാക്കാനായി ഇപ്പം അവരുടെ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്ന ഗോവിന്ദനെ ഇപ്പം ഈ മകൾക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മകളെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നൊക്കെ പറയും. അതുകൊണ്ട് ഏട്ടത്തി അങ്ങോട്ട് പോകുമൊന്നും വേണ്ട. പിന്നെ അഭി പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ ഏട്ടത്തി തന്നെ നയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ജലജ അങ്ങ് പോവും. പക്ഷേ അങ്ങ് ആകെ ടെൻഷൻ ആകുന്നുണ്ട് ദേവയാനിക്ക്. ദേവയാനി എന്നിട്ട് നയനെ വിളിക്കുന്നുണ്ട്. നയന ഫോൺ എടുത്തുകൊണ്ട് പുറത്ത് വന്ന് നിന്നാണ് സംസാരിക്കുന്നത്. അന്നേരം ദേവയാനി ചോദിക്കും, എന്താ മോളെ അവിടെ എന്താ പ്രശ്നം? മോളെ ഇനി ഇങ്ങോട്ട് വിടത്തില്ലെന്ന് അച്ഛനും അമ്മയും പറഞ്ഞായിരുന്നു എന്നൊക്കെ ചോദിക്കും. അങ്ങനെ പറഞ്ഞമ്മേ, എന്താ കാര്യമെന്ന് എനിക്ക് അറിയത്തില്ലെന്നൊക്കെ പറയും. അതെന്താ ഇതുവരെ ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഉടനെ കനക അങ്ങോട്ട് വരുന്നുണ്ട്. കനകയ്ക്ക് മനസ്സിലാകും ദേവയാനിയാണ് നയനെ വിളിക്കുന്നത്. ഓടിച്ചെന്നാൽ ഫോൺ ഇങ്ങനെ മേടിക്കുന്നുണ്ട്. തട്ടിപ്പറിച്ച് മേടിക്കുന്ന പോലാണ് മേടിക്കുന്നത്. എന്നിട്ട് പറയും, ആദർശമോൻ്റെ അമ്മയാണോ? ഞങ്ങളിനി ഞങ്ങളുടെ മോളെ ഇനി അങ്ങോട്ട് വിടുന്നേ ഇല്ല കേട്ടോ എന്ന് ചോദിക്കും. അതെന്താ അങ്ങനെ ഇതുവരെ ഇല്ലാത്ത പ്രശ്നം എന്താണെന്ന് കനകയോട് ചോദിക്കുന്നുണ്ട് ദേവയാനി. പറയും, ഞങ്ങൾ നവ്യമോളുടെ 7ാം മാസത്തിന് വന്നപ്പോഴും കണ്ടതാണല്ലോ. ഞങ്ങളുടെ മകളോട് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നെന്നും സ്വന്തം മരുമോളെ അംഗീകരിക്കാത്ത ഒരു വീട്ടിലോട്ട് എങ്ങനെയാണ് ഞങ്ങളുടെ മകളെ പറഞ്ഞു വിടുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് വിടുന്നേ ഇല്ലെന്ന് പറയും. ദേവയാനി ഉടനെ പറയുന്നുണ്ട്, നിങ്ങളല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത്, അവളുടെ ഭർത്താവായ ആദർശ തീരുമാനിക്കേണ്ടത്. അവളുടെ കാര്യങ്ങളൊക്കെ ഇനി തീരുമാനിക്കുന്നത് അവനാണെന്ന് പറയും. ആദർശമോൻ ഇങ്ങോട്ട് വരുമ്പോൾ പറയാനുള്ള മറുപടിയൊക്കെ ഇവരുടെ അച്ഛൻ പറഞ്ഞോളും. ഇതൊന്നും എൻ്റെ തീരുമാനമല്ല കേട്ടോ, ഗോവിന്ദേട്ടൻ്റെയാണ്. ഗോവിന്ദേട്ടൻ അങ്ങനെ ആരോടും ഒന്നും പറയാറില്ലാത്ത. പക്ഷേ അന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേന് നിങ്ങളുടെ പെരുമാറ്റം ഒട്ടും ശരിയായില്ല. അതുകൊണ്ട് ഞങ്ങളായിട്ട് ഇനി എൻ്റെ മകളെ അങ്ങോട്ട് വിടുന്നേ ഇല്ല. അർഹതയില്ലാതെ കയറി വന്നതല്ലായിരുന്നോ ഞങ്ങളുടെ മക്കളൊക്കെ? അത് കാരണം ഞങ്ങളായിട്ട് ആ തെറ്റങ്ങ് തിരുത്താൻ തീരുമാനിച്ചു. ഇനി ഞങ്ങളുടെ മകളെ അങ്ങോട്ട് വിട്ട് ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. പിന്നെ അത് തന്നെയല്ല, ആദർശമോൻ്റെ അമ്മ ഇപ്പം വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ മകൾ അവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് അതിനൊക്കെ പ്രതിവിധിയായിട്ട് ഇനി ഞങ്ങളുടെ മോൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയും. അപ്പോഴത്തേന് കനകയുടെ വാക്ക് കേൾക്കുമ്പോഴത്തേനങ്ങ് ദേവയാനിക്ക് ആകെ ടെൻഷനാണ്. ദേവയാനി ഉടനെ പറയുന്നുണ്ട്, നിങ്ങളല്ല ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. ആദർശിന് അവളെ വേണമെങ്കിൽ ആദർശ് വന്ന് വിളിക്കും. അന്നേരം അവൾ വരുന്നെങ്കിൽ വരണം, അല്ലാതെ അവൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. പിന്നെ അവൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് കനക പറയും, അത് തന്നെയാണ് ശരി, നിങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ മകളെ മരുമോളായിട്ട് കരുതാനായിട്ട് പറ്റിയിട്ടില്ല. ചെന്ന് കയറുന്ന വീട്ടിൽ ഭർത്താവ് മാത്രമല്ലല്ലോ, അമ്മായിമ്മയ്ക്കും മരുമോളെ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വീട്ടിൽ അങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മോൾ ഇനി അവിടെ വന്ന് കഷ്ടപ്പെടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങളുടെ മോളെ നിർത്തുക. പിന്നെ ആദർശമോന് മോളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇവിടെ വന്ന് കണ്ടോട്ടെ, എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ വന്ന് നിൽക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറയും. ഉടനെ ദേവയാനി പറയുന്നുണ്ട്, അനന്തപുരിയിലെ ആണുങ്ങളാരും അങ്ങനെ പെൺവീട്ടിൽ പോയി കിടക്കാറില്ലെന്ന്. അത് വേണ്ടെങ്കിൽ ആദർശമോൻ അവിടെ നിൽക്കട്ടെ, അന്നേരം ഞങ്ങളുടെ മകൾ ഇവിടെ നിൽക്കുമെന്ന് പറയും. പിന്നെ ഇനി ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും ഞങ്ങൾ പറയാനോ ചോദിക്കാനോ ഒന്നും അങ്ങോട്ടും വരുന്നില്ല. നിങ്ങളാരും ഇങ്ങോട്ടും വരണ്ട. ഈ കാര്യം ഇവിടം കൊണ്ട് ഞങ്ങൾ ക്ലോസ് ചെയ്യുക. ഞങ്ങളുടെ മോൾ ഞങ്ങളുടെ കൂടെ നിന്നോളും, ഒരു കുഴപ്പമില്ല എന്ന് പറയും. അന്നേരത്തേന് നയനയ്ക്കാകെ ടെൻഷനാണ്. അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. പക്ഷേ അമ്മ ഇതൊക്കെ ദേവയാനിയോട് പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ഭയങ്കര ടെൻഷനാണ്. അമ്മ അങ്ങനെയൊന്നും പറയില്ലെന്നുള്ള പരുവത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ കനക ഇതൊന്നും മൈൻഡ് ചെയ്യാതാണ് ദേവയാനിയോട് സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങളുടെ മകളോട് പറഞ്ഞിട്ടുണ്ട്. അവളോട് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിനെയും വീട്ടുകാരെയാണ് വേണമെങ്കിൽ അങ്ങോട്ടങ്ങ് പൊക്കോണം. പിന്നീട് അച്ഛനെയും അമ്മയും അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയും ചെയ്യരുത്. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് അങ്ങ് സങ്കടം വരുന്നൊക്കെ ഉണ്ട്. അപ്പോഴത്തേന് ദേവയാനിയോട് പറയുന്നുണ്ട് കനക, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് മോളെ ഞങ്ങൾ ഇനി അങ്ങോട്ട് വിടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനും ഇല്ലെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് കനക. എന്നിട്ട് നയനയോട് കയ്യിലോട്ട് ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ നയന ചോദിക്കും, എന്തിനാ അമ്മ ആദർശേട്ടൻ്റെ അമ്മയോട് അമ്മ ഇങ്ങനെയൊക്കെ സീരിയസ് ആയിട്ട് സംസാരിച്ച് ഇത്ര കടുപ്പത്തിലൊക്കെ അമ്മയോട് പറയണ്ടായിരുന്നല്ലോ എന്ന് പറയും. അത് പിന്നെ പറയണ്ടേ മോളെ, എത്ര നാളായി ഇതൊക്കെ സഹിക്കുന്നത്, ഇനി ഇത് സഹിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഞങ്ങൾ ഇന്നലെ വന്നപ്പം തന്നെ അവിടെ എന്തൊരു പ്രശ്നമായിരുന്നു, മോളെ എന്തുമാത്രം അവഹേളിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തത് ദേവയാനി. ഇനി അങ്ങോട്ട്
അതുകൊണ്ട് മോള് പോവുമൊന്നും വേണ്ട, ഞങ്ങളത് തീരുമാനിച്ച കാര്യമാണ്. മോക്കറിയാമല്ലോ, മോടെ അച്ഛൻ അങ്ങനെ ആരോടും ഒന്നും പറയാറുള്ളതല്ല, പ്രത്യേകിച്ച് മോടെ ഒരു ഇഷ്ടത്തിനും എതിര് നിൽക്കാത്ത ആളുമാണ്. അപ്പോൾ പിന്നെ അച്ഛൻ അത്രയ്ക്ക് വേദനിച്ചിട്ടല്ലേ മോളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് മോൾ അച്ഛനെ ഇനി ധിക്കരിച്ച് അങ്ങോട്ട് പോകരുത്. അങ്ങനെ പോകേണ്ടി വന്നാൽ ഭർത്താവും കുടുംബക്കാരും മതിയെന്ന് തീരുമാനിച്ച് പോവുകയാണെങ്കിൽ മോൾ ആ വഴി പൊക്കോണം. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധത്തിനും ഇനി നിന്നേക്കരുത്. പിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് താമസവും മാറും. കാരണം ഞങ്ങളുടെ മരുമോൻ മേടിച്ച് തന്ന വീടല്ലേ ഇത്. അപ്പം മകൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ മരുമോൻ്റെ വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വല്ല വാടക വീട്ടിലും പോയി താമസിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ശരിക്കും നയനെ അങ്ങ് തളർത്തുകയാണ് കനക. അപ്പോഴത്തേന് നയന, എന്നെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതിലും വലിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അന്നൊന്നും ഇത്ര വാശി അമ്മ കാണിച്ചിട്ടില്ല, അച്ഛനും കാണിച്ചിട്ടില്ല, ഇപ്പം എന്നെ ഇത്ര പ്രശ്നമെന്ന് ചോദിക്കും. അത് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ ആലോചിച്ച് വെച്ചിരുന്ന കാര്യമാണ്. ഇനി ഇത് താങ്ങാൻ പറ്റത്തില്ല മോളെ, ഇതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞ് കനകയകത്തേക്ക് അങ്ങ് പോകും. നയനയ്ക്ക് അങ്ങ് സങ്കടമാണ്, ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ. എന്നിട്ട് നിന്നങ്ങ് ഉരുകുകയാണേ. ഫോൺ വെച്ച് കഴിഞ്ഞപ്പം തൊട്ട് ദേവേനിക്ക് ആകെ ടെൻഷനാണ്. നയന അവിടെ തന്നെ നിൽക്കുമോ എന്നുള്ളൊരു ടെൻഷനാണ്. അന്നേരം ദേവേനി ഇങ്ങനെ ഓർക്കുന്നുണ്ട് കനക പറഞ്ഞ ഡയലോഗുകളൊക്കെ. ഇനി ഞങ്ങളുടെ മോളെ ഞങ്ങളങ്ങോട്ട് വിടുന്നേ ഇല്ല, ഞങ്ങളുടെ മോളെ അമ്മായിമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു വീട്ടിലേക്ക് ഇനി ഞങ്ങൾ വിടത്തില്ല എന്നുള്ള പരുവത്തിൽ പറഞ്ഞത് കാര്യമൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർക്കുകയാണ് ദേവയാനി. കനക ഈ കാര്യങ്ങളെല്ലാം ഗോവിന്ദനോട് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും ഇങ്ങനെ ഒരു അഭിനയം നമ്മുടെ മുമ്പിൽ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചല്ലോ എന്നൊക്കെ. അതെ, നമ്മുടെ മകൾ ഇതുപോലെ അഭിനയിക്കും എന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് അറിഞ്ഞെന്ന് ഗോവിന്ദനും പറയുന്നുണ്ട്. എന്നാലും ആദർശമോ പോലും അറിയാതെ ഇവരിതെങ്ങനെ സാധിച്ചെടുത്തു എന്നൊക്കെ ചോദിക്കും. പിന്നെ എന്നാലും നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണോ എന്നുള്ള രീതിയിൽ കനക പറയുമ്പോഴത്തേന് ഗോവിന്ദൻ പറയും, ഒരു തെറ്റുമില്ല, ആദർശമോനോട് പോലും മറച്ചു വെച്ച് ഇങ്ങനൊരു കാര്യം ചെയ്തത് മോള് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. അത് കാരണം നമുക്ക് ഇതിൽ ഒരു പരിഹാരം കണ്ടിട്ട് മാത്രം മതി ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കെന്നൊക്കെ പറയും. അന്നേരമാണ് അഭി അങ്ങോട്ട് കാറേ വന്നിറങ്ങുന്നത്. അന്നേരം കനക പറയുന്നുണ്ട്, ദേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മുടെ മരുമോൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടെന്ന് പറയും. ആരാ അഭിയാണോ എന്ന് ചോദിക്കും. അന്നേരം അഭി അങ്ങോട്ട് കയറി വരുമ്പോൾ ഇവർ സ്നേഹത്തോടെയൊക്കെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എന്താ മോന് ഇങ്ങോട്ട് പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേന് പറയും, അവളെ ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാലും അവളെ കാണാൻ ഞാൻ വരണ്ടേ എന്നൊക്കെ ചോദിക്കും. പിന്നെ അതിനെന്താ മോള് ഒക്കെ ഒരു ആശ്വാസമാണ് മോൻ ഇങ്ങോട്ടൊക്കെ വരുന്നത്, അവിടെ നിന്നൊന്നും കൊണ്ടുവന്നില്ലേലും വേണ്ടില്ല, മോൻ വരുന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം എന്നൊക്കെ ഗോവിന്ദനും പറയും. അഭി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടെ ചോദിക്കുന്നുണ്ട്, നവി വിളിച്ചപ്പം പറഞ്ഞായിരുന്നു ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്, ഏട്ടത്തി അങ്ങോട്ട് വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയും. ഉടനെ പറയും, അത് ശരിയാ മോനെ, ഇനി നയനമോളെ അങ്ങോട്ട് വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇന്നലത്തെ ചടങ്ങിൽ പോലും ദേവയാനി ഞങ്ങളുടെ നയനമോളോട് ഒരുപാട് പൗരുഷമായിട്ടാണ് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തേ. ഇനി അങ്ങനെ ഞങ്ങളുടെ മോൾ അവിടെ പോയി ഇങ്ങനെ നരയിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഉടനെ സപ്പോർട്ട് ചെയ്യുന്ന പരുവത്തിലാണ് അഭി സംസാരിക്കുന്നത്. ശരിയാ വല്യമ്മ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അന്നേരം എന്നാൽ നവി ഒന്ന് കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ചെല്ലാൻ പറഞ്ഞ് ഇവർ വിടുന്ന ഉടനെ ഗോവിന്ദനോട് കനക പറയുന്നുണ്ട്, ഇവിടെ എന്താ സംഭവം നടന്നെന്ന് അറിയാൻ വേണ്ടി അമ്മയായിരിക്കും മകനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന്. അത് ശരിയായിരിക്കും, എന്നാന്ന് വെച്ചാൽ ജലജയുടെ മകനല്ലേ, എങ്ങനെ ശരിയാകാനാ, അത് തന്നെ ആയിരിക്കും ഉദ്ദേശമെന്ന് ഇവരും സംസാരിക്കുന്നുണ്ട്. അഭി റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേന് നവി ഇങ്ങനെ ഫോണിനകത്ത് എന്തോ കണ്ടൊക്കെ ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. അന്നേരം ഹലോ എന്ന് വിളിക്കും. ഉടനെ നവിയെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അവിയെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഉടനെ നവി ചോദിക്കുന്നത്, ആഹാ നീയോ എന്ന് ചോദിക്കും. അതെ എന്നൊക്കെ പറഞ്ഞ് അവി അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം പറയും, നിന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു പറയും. മോളെ എന്നാലും നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്ന് നിന്നെ കാണണമെന്നും പ്രസവത്തിൻ്റെ സമയത്തൊക്കെ അടുത്ത് ഉണ്ടാകണമെന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് അഭി പറയുന്നുണ്ട്. അപ്പോഴത്തേന് അവിയെ പറയും, ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ നയനെ ഇനി അങ്ങോട്ട് വിടുന്നില്ല എന്ന് അച്ഛനും അമ്മയും തീരുമാനിച്ചെന്നുള്ള കാര്യം. അത് കാര്യം എന്താണെന്ന് അറിയിക്കാനായിട്ട് നിൻ്റെ അമ്മ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അഭി പറയും, ഏയ് അതൊന്നുമല്ല, അമ്മയ്ക്ക് നിൻ്റെ അടുത്തോട്ട് ഞാൻ വരുന്ന പോലും ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മ അറിയാതെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നൊക്കെയാണ് അഭി സംസാരിക്കുന്നത്. എന്തായാലും നീ വന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയും. എനിക്കൊന്നും വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. നീ സന്തോഷം
സന്തോഷത്തോടെ ഇരിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയൊക്കെ പ്രസവിക്കാൻ പറ്റണ്ടേ, അതിന് എൻ്റെ സാമീപ്യം വേണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനിയുള്ള കാലത്ത് ഞാൻ നിന്നോട് നല്ല സ്നേഹത്തിലൊക്കെ തന്നെ പെരുമാറും എന്നൊക്കെ പറയും. അന്നേരം നവ്യ പറയുന്നത്, നീ ആയതുകൊണ്ട് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ജ്യൂസ് എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് നവ്യ. അപ്പോൾ ഈ ടൗണിൽ എന്തോ ആവശ്യത്തിനായിട്ട് വന്ന് കാറ് നിർത്തിയിട്ട് ഇറങ്ങുന്ന ഉടനെ അനഘ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അഭി മനസ്സിലോർക്കുന്നുണ്ട്, ദൈവമേ ആരെ കാണരുതെന്ന് ഞാൻ വിചാരിച്ചു, അവൾ തന്നെ വന്ന് മുമ്പിൽ പെട്ടല്ലോ എന്ന്. അപ്പോൾ എന്നിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ അങ്ങ് നിൽക്കും അനഘ വരുന്ന കണ്ടുണ്ട്. അനഘ ഉടനെ വരുന്നുടനെ ചോദിക്കുന്നുണ്ട്, എന്താ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്നൊക്കെ പറയും. ഉടനെ അഭി പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു മാനസികമായ ഒരുക്കത്തിലാണെന്നൊക്കെ പറയും. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, എനിക്ക് ഇനി ഒരുപാട് ആയുസ്സൊന്നുമില്ല, അത് കാരണം നീ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ. അവളെ അങ്ങനെ അനാഥാലയത്തിലൊന്നും ആക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, അവൻ്റെ അച്ഛനെ ജീവിച്ചിരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ നിൻ്റെ കല്യാണം വിളിയൊക്കെ തുടങ്ങി, എന്നാ കല്യാണം, എന്നെ കല്യാണം വിളിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനഘ. ഉടനെ നിന്ന് പരുങ്ങുകയാണ് അഭി. അനഘ പറയും, എന്നെ ഇനി അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല, നീ എന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് ആയുസ്സില്ലാതിരുന്ന കാരണം ഞാൻ എന്തായാലും മരിച്ചു പോയേനോ, അപ്പം പിന്നെ നിന്നെയൊക്കെ ഒരു രണ്ടാമതൊരു കല്യാണം കഴിക്കേണ്ടി വരുമായിരുന്നല്ലോ, അതുകൊണ്ട് നീ ഇപ്പം ആണെങ്കിലും കല്യാണം കഴിക്കുന്നത് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നീ നന്നായിട്ടൊരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ. നീ വിളിച്ചില്ലേ പോലും കല്യാണത്തിന് വരികയും ചെയ്യും, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നീ നല്ലതായിട്ട് എടുത്തു എന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല, കല്യാണം കൂടാൻ ഞാൻ വരികയും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ തിരിച്ചു പോവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അഭി ആകെ ടെൻഷനിലാണ്. എന്നിട്ട് അഭി പറയും, എല്ലാം ശരിയാക്കാം, നീ എനിക്ക് കുറച്ച് സമയം തരണമെന്ന് പറയും. അങ്ങനെ ഒരുപാട് സമയമൊന്നും തരാനില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് പോകേണ്ടതാണ്, അതുകൊണ്ട് നീ പെട്ടെന്ന് തീരുമാനം എടുക്കണമെന്ന് പറയും. നോക്കാമെന്ന് പറഞ്ഞ് അഭി ഇങ്ങനെ നിൽക്കുകയാണ്. അനഘ അങ്ങ് പോകുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് അഭി. ദേവയാനിക്കാണ് ആകെ ടെൻഷനാണ് കനക പറഞ്ഞതൊക്കെ ഓർത്തിട്ട്. അന്നേരം ആദർശ് പുറത്തേക്ക് പോകാൻ ഇറങ്ങി വരുന്ന ഉടനെ കനക അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയും, നിൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ഈയിടെയായിട്ട് ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ടെന്ന് പറയും. എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. ഉടനെ പറയും, നിൻ്റെ ഭാര്യ ഇനി ഇങ്ങോട്ട് വിടുന്നില്ല എന്ന് അവർ പറഞ്ഞു എന്ന് പറയും. അവരങ്ങനെ പറഞ്ഞോ, അതെന്താ അവരങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കും. അവരെന്തായാലും എന്തോ മനസ്സിൽ വിചാരിച്ചായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം പിണങ്ങി പോയപ്പോഴത്തേന് അവളെ വിളിക്കാനായിട്ട് ഞാൻ ചെന്നല്ലോ, അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ചെല്ലുമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയായിരിക്കും അവരിപ്പം മകളെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവൾ അവിടെ സ്ഥിരമായിട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഉടനെ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്നാലും അവരങ്ങനെയൊന്നും തീരുമാനിക്കുന്ന ആൾക്കാരല്ലല്ലോ, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഉടനെ അതല്ല, ഇന്നലെ ഇവിടെ ചടങ്ങിൻ്റെ സമയത്ത് ഞാൻ അവരോട് മാന്യമായിട്ട് പെരുമാറിയില്ലെന്നോ, അവർക്ക് അപമാനമായി പോയി എൻ്റെ പെരുമാറ്റമെന്നോ ഒക്കെയാണ് അവർ പറഞ്ഞെന്ന് പറയും. പിന്നെ അവരുടെ മകളെ ഞാൻ നന്നായി സ്നേഹിക്കുന്നില്ല, മരുമോളായിട്ട് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അവർ ബഹളം വെക്കുന്നതെന്ന് പറയും. അന്നേരത്തേന് ഉടനെ ആദർശ് പറയുന്നുണ്ട്, അമ്മ എന്നല്ലേ അവളെ വിളിച്ചുകൊണ്ട് വന്നത്, എന്നിട്ട് അമ്മയ്ക്ക് ഇച്ചിരി കൂടെയൊക്കെ സ്നേഹത്തോടെയൊക്കെ അവളോട് പെരുമാറിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, ഇതിൽ കൂടുതലൊന്നും പറ്റത്തില്ല. പിന്നെ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അവളെ ചെന്ന് വിളിച്ചോണം, നീ അവരുടെ മുമ്പിൽ കാല് പിടിക്കാനൊന്നും പോയേക്കരുത് എന്നൊക്കെ ആദർശിനോട് ദേഷ്യത്തിൽ തന്നെയാണ് ദേവയാനി സംസാരിച്ചത്. നീ അവരുടെ മുമ്പിൽ താന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ അവളുടെ ഭർത്താവല്ലേ, അതുകൊണ്ട് നീ ചെന്നവളെ വിളിച്ചുകൊണ്ട് വരണം, അവൾ വരാൻ മനസ്സുണ്ടെങ്കിൽ അവൾ വരട്ടെ എന്ന് പറയുമ്പോഴത്തേന് ആദർശ് പറയും, ഞാൻ എന്തായാലും ഇപ്പം തന്നെ പോകാമേ, ഞാൻ ചെന്ന് വിളിച്ചാൽ എന്തായാലും അവളെ വിടാതിരിക്കത്തില്ല എന്ന് പറയും. അത് എങ്ങനെയാണോ, നീ അങ്ങോട്ട് ചെല്ല്, അത് കഴിയുമ്പോൾ അറിയാം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആദർശ് നയനെ വിളിക്കാനാന്ന് തോന്നുന്നു പുറത്തേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം ദേവയാനി മനസ്സിലോർക്കും, എനിക്കറിയാം മോനെ, നീ വിളിച്ചാൽ അവൾ വരിക തന്നെ ചെയ്യും, ഇപ്പം എൻ്റെ മോൾ ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും, അതുകൊണ്ട് നീ ചെന്ന് വിളിക്ക് എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.